പക്ഷേ ശബരിമലയിൽ ഓരോ വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പത്മകുമാർ എന്ന വിക്കറ്റും വീണു. പത്മകുമാർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പത്മകുമാർ ആട്ടിൻ തോലിട്ട ചെന്നായിയാണോ അതോ പത്മകുമാറിനെ മറ്റാരുടെയെങ്കിലും പേര് പുറത്തു വരാതിരിക്കാൻ പത്മകുമാറിനെ പൂട്ടിയതാണോ? എന്താണ് പത്മകുമാറിന്റെ റോള് ശബരിമലയിൽ? എന്തായാലും ശബരിമലയിൽ ഒരു പത്മകുമാർ, അതും ഈ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ മാത്രമായിട്ട് ഈ കണ്ട ഭീകരമായ കൊള്ളയൊന്നും നടക്കുന്ന ആർക്കും, അല്ലെ, കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആരുടെയൊക്കെയോ കൂട്ടുണ്ട്. ആ കൂട്ടിന് വേണ്ടി എത്രയോ കാലത്തെ ഒരു ആക്ഷൻ പ്ലാൻ അവിടെ നടക്കുന്നുണ്ട്. ആ ആക്ഷൻ പ്ലാനിന് പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ പല ദേവസ്വങ്ങളിൽ നിന്നും പല ക്ഷേത്രങ്ങളിൽ നിന്നുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അങ്ങനെ വന്നതാണ് ഈ മുരാരിയൊക്കെ. മുരാരി അവിടെ അവിടെ ഉണ്ടായിരുന്ന ആളല്ല, അവിടെ നിന്നും ബോധപൂർവം കൊണ്ടുവന്നതാണ്. പലരുടെയും വീട്ടുപണിക്കും ഈ ഷെയർ പണിക്കും വേണ്ടിയിട്ട് പങ്കാളി കൊള്ളയിൽ പങ്കുവഹിക്കാൻ വന്നതാണ്. അപ്പോൾ പത്മകുമാറിലേക്ക് എപ്പോൾ എത്തുന്നു എന്നുള്ളതിലേറെ പത്മകുമാറിന് ഈ മുൻകൂർ ജാമ്യം കൊടുക്കാൻ വേണ്ടി കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ ഉപശാലകളിൽ നടന്ന എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. എത്ര ഭീമന്മാരാണ്, എത്ര വലിയ വമ്പൻ ശക്തികളാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇടപെട്ടത്. അപ്പോൾ പത്മകുമാർ അകത്തായാൽ, പത്മകുമാർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അകത്തായാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. അതുകൊണ്ട് പത്മകുമാർ എന്ത് പറയും എന്നതാണ് ഇനിയത്തെ ഒരുപക്ഷെ ശബരിമലയിൽ നടന്ന കൊള്ളയേക്കാൾ വലിയ കൊള്ള പത്മകുമാർ എന്ത് പറയുന്നു എന്നായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ഈ പത്മകുമാറിന്റെ അറസ്റ്റ് വന്ന സമയത്ത് മാഷ് പറഞ്ഞ പോലെ തന്നെ ചിലരുടെ പേരുകൾ പറയും എന്നുള്ളതാണ്. ഇനി ആരിലേക്ക് എന്നുള്ളൊരു ചോദ്യം കൂടി. ഇപ്പൊ SIT നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് കടകംപള്ളിയിലേക്കാണ്. ഇനിയിപ്പോ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നത്, കടകംപള്ളി വരെ എത്തിയിട്ട് ഈ വിഷയം പത്മകുമാർ, വാസു, കടകംപള്ളി, പിന്നെ പോറ്റി, കടകംപള്ളി പോറ്റിയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പോറ്റിക്ക് വിശ്വാസമില്ല, കടകംപള്ളിക്കും വിശ്വാസമില്ല. അപ്പൊ ഇവർ തമ്മിലുള്ള ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനെ എങ്ങനെ വിൽക്കാം എന്നുള്ളതായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ പത്മകുമാർ പറഞ്ഞതുപോലെ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന അന്വേഷണം കടകംപള്ളിയിലേക്ക് വന്നത്. അതായത് മൊഴി എന്തായിരുന്നു, സ്വർണ്ണപ്പാളികൾക്കായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന്റെ മുന്നിൽ എത്തിയതെന്നുമാണ് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കടകംപള്ളി പറഞ്ഞത് എന്താണ്, കുറെ നാളുകളായിട്ട് യാതൊരു ഫയലുകളും ദേവസ്വം മന്ത്രി എന്ന നിലയിലേക്ക് എൻ്റെ കൈകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശുദ്ധ നുണയല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പറയുമ്പോൾ മനസ്സിലാക്കുന്നത്, കാരണം അവിടെ നിന്ന് വരുന്ന ശരം എന്താണെന്ന് മനസ്സിലാക്കാന്നാണ് ഇവിടെ നിന്നുള്ള ശരം എയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു ചേർച്ചയില്ലാതെ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് ഈ വിഡ്ഢികൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ എന്തായാലും മേൽപ്പത്തിരിക്കുന്ന ആളിലേക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഇതുവരെയുള്ള ഒരു കേസിലും പിണറായിയുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അതനുസരിച്ചിട്ടാണ് ഓരോ പദ്ധതിയും വളരെ കൗശലക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെ പിണറായി നീക്കിയിട്ടുള്ളത്. അപ്പോൾ പിണറായിക്ക് മുമ്പുള്ള ആളിൽ വരെ ചെന്ന് നിന്നുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം കടകംപള്ളിയോടുകൂടി ഇത് പൂട്ടിക്കെട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ല, അവിടെയും പ്രശ്നമുണ്ട്. കടകംപള്ളിയിലും എത്തില്ല ഈ കേസ് പത്മകുമാർ എന്ത് പറഞ്ഞാലും അത് പുറത്തു വരാൻ ഒരു പ്രശ്നം വരും. ചിലപ്പോൾ വരുമായിരിക്കും കോടതി കൂടി ഇടപെട്ടതുകൊണ്ട്. പക്ഷെ കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് CPM എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. നന്നായി കട്ടിട്ട് അത് നന്നായിട്ട് മുക്കാനും നിൽക്കാനും അറിയാവുന്ന ഒരു മികച്ച രാഷ്ട്രീയക്കാരനാണ് കടകംപള്ളി. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ തലപ്പത്തുള്ള ആളുകളുടെയും ഇതിന്റെ അകത്ത് കിടക്കുന്നവരുടെയും ഒക്കെ പുറത്തു വരാത്ത പല രഹസ്യങ്ങളും കടകംപള്ളിക്ക് അറിയാം. അപ്പൊ കടകംപള്ളിയിലോട്ട് ആ വിരൽ ചൂണ്ടിയാൽ അത് വമ്പന്മാരിലേക്കും കൂടി ചൂണ്ടുന്ന തരത്തിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് കടകംപള്ളി ധൈര്യമായി പറയുന്നത്, എന്റെ സമയത്താണ് കട്ടിട്ടുള്ളത്. ധൈര്യമായി അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്, എന്റെ സമയത്ത് തന്നെയാണ് കട്ടിട്ടുള്ളത്. അതിൽ മറ്റൊരു ഇതുകൂടിയുണ്ട്, ഞാൻ പറയുന്നു എന്റെ സമയത്താണ് കട്ടിട്ടുള്ളത്, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് കാണിക്ക്. അങ്ങനെ ഒരു ഇതും കൂടി നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കണം. തീർച്ചയായിട്ടും ഇതില് ഈ പിണറായി വിജയൻ അന്തിമമായി കുടുങ്ങുമെന്ന് തോന്നിച്ച സന്ദർഭങ്ങൾ എത്ര എണ്ണം കടന്നുപോയി കഴിഞ്ഞ ഈ 9 കൊല്ലത്തിനുള്ളിൽ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, പിണറായി വിജയൻ ഒരാളെ കൂടെ നിൽക്കുന്ന, കൂടെ കൊള്ളക്ക് കൂട്ടുനിന്ന, അല്ലെങ്കിൽ ഒരു മഹാകൊലപാതകത്തിന് കൂട്ടുനിന്ന, TP ചന്ദ്രശേഖരൻ കേസ് ഉൾപ്പെടെ ഞാൻ പറയുന്നത്, കൂട്ടുനിന്ന ആരെയെങ്കിലും ബലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതായിരിക്കും അതിനകത്ത് ഏറ്റവും വലിയ ഡീല്. ഒറ്റ കാര്യം ഉറപ്പിച്ചോളൂ. എന്താണ് TP ചന്ദ്രശേഖരന്റെ കേസ് കാരായിമാർ വന്ന് അവസാനിക്കുന്നത്? അവിടുന്ന് അങ്ങോട്ട് എന്താ ജയരാജന്മാരിലേക്ക് പോകാത്തത്? അവിടുന്ന് അങ്ങോട്ട് എന്താണ് അത് എത്തേണ്ടത്? എവിടെ യഥാർത്ഥത്തില് TP ചന്ദ്രശേഖരൻ പ്രകോപിക്കുന്ന ആരെയാണ്? ശരിക്കും പിണറായി വിജയനെയാണ്. ഒഞ്ചിയത്ത് ഓർമ്മയില്ലേ? ഒഞ്ചിയം രക്തസാക്ഷി അനുസ്മരണത്തിന് പിണറായി ചെന്നപ്പോൾ
300 പേര് തികച്ചില്ല. അതിനെ ആളുകൾ കൂവുന്നു. മാത്രമല്ല ഇവർ ടി.പി. ചന്ദ്രശേഖരൻ നടത്തിയ പരിപാടിയിൽ 3000 പേര് പങ്കെടുക്കുന്നു. ഇതാണ് അവിടുത്തെ സംഘർഷത്തിന്റെ അടിത്തറ. പിണറായി ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറയേണ്ടവരോട് കാതിൽ പറയുന്നു. ഇതാണല്ലോ ഇതിന്റെ ഒരു തുടക്കം. പറഞ്ഞത് കൊലപാതകമാണോ വെച്ചാൽ അല്ല, പക്ഷെ കൊന്നവനേക്കാൾ പ്രധാനിയാണ് കൊല്ലിച്ചവൻ. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ ഡീൽ ഇപ്പോൾ കാരായിമാർ അകത്ത് കിടക്കാൻ തീരുമാനിച്ചു. അവർക്ക് പുറത്തെത്ര ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. കുടുംബം പോറ്റുന്ന കാര്യം പതിവ് പോലെ. ഇനി എന്താ ഈ നമ്മുടെ സ്വപ്ന സുരേഷ് ഈ കണ്ട സത്യസന്ധമായി എനിക്ക് തോന്നുന്നു ഇത്രയേറെ ധീരമായി ആത്മാർത്ഥമായി ആരോപണം ഉന്നയിച്ചൊരു സ്ത്രീയാണ് അവരെ ആക്ഷേപിക്കുന്നൊരു അർത്ഥമില്ല. ആത്മാർത്ഥമല്ലാത്തൊരു വാക്ക് സത്യമാണെന്ന് ഏത് മനുഷ്യനും അവരുടെ ആത്മകഥ വായിച്ചാലും ബോധ്യപ്പെടും. പക്ഷേ എല്ലാം ഒരു ശിവശങ്കരനിൽ ഒടുങ്ങി. അത് ഡീലാണ്. ശിവശങ്കരന് വേറെ ജീവിതത്തിൽ ലൈഫ് ആവശ്യമില്ല. അത് സ്വപ്ന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ലൈഫിലൊന്നും വേണ്ട. അയാളെ ഞാനൊരു കുഞ്ഞായിട്ട് പരിഗണിക്കുന്നേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് ആകെ വേണ്ടത് അയാളുടെ ആർത്തി എന്ന് പറയുന്നത് ഈ പണത്തിൽ പൊതിഞ്ഞു വെച്ചിട്ട് അത് പണം കൊണ്ട് ചെത കൂട്ടി അതിൽ ചത്തുപോകണം എന്നാണ് അയാളുടെ മോഹം. അപ്പൊ ശിവശങ്കരന് വേണ്ടത് എന്താ? പണം. അത് എത്ര വേണമെങ്കിലും അയാൾ ജയിലിൽ കിടന്നോളൂ. അയാൾക്ക് ഒരു ഇഷ്യൂ അല്ല അത് ശിവശങ്കരനിൽ വെച്ച് ഡീൽ ചെയ്തു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പറയേണ്ട സമയമായിരിക്കുന്നു. പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിച്ചതിന്റെ പിന്നിൽ ഈ CPM-നകത്തെ ഡീല് പൂർത്തിയാക്കാനാണ്. പത്മകുമാർ ഈ പറഞ്ഞ കൂട്ടത്തിലൊന്നല്ല. പത്മകുമാർ തുടക്കത്തിലെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഞാൻ പറയും, നീ പറഞ്ഞ പോലെ എൻ്റെ അടുത്തുണ്ട് ചിലത് എന്ന് പറഞ്ഞല്ലോ. അതെന്തിനാണെന്നറിയോ? അത് ഒരു വലിയ വമ്പൻ ഡീലിലേക്ക് ഇത് വരുന്ന അദ്ദേഹത്തിന് അറിയാം. എനിക്ക് തോന്നുന്ന ഒരു ഉറപ്പാണ്. പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു പക്ഷേ വലിയ കേസ് വക്കീലന്മാരെയൊക്കെ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്ന് കേസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുത്തു എന്ന് വരാം. രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഒരു മോഷണക്കുറ്റത്തിൽ പ്രതിയായി ജയിലിൽ പോകേണ്ടി വന്നു എന്ന് വരാം. ഒരു പക്ഷേ ശിഷ്ടകാലം മുഴുവനും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാലിബർ വെച്ചിട്ട് ഒരു ദേവസ്വം ബോർഡ് ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമാണ്. അതിനപ്പുറത്തൊന്നും അദ്ദേഹത്തിന് ആവാനില്ല. പക്ഷേ ശിഷ്ടകാലം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ കിട്ടാമാവുന്നതിൻ്റെ ഒരു 100 ഇരട്ടി അദ്ദേഹത്തിന്റെ കണക്കിൽ വന്നിട്ടുണ്ടാവും. ഇതാണ് ഇതിൽ നടക്കാൻ പോകുന്ന ഒരു സംഗതി. ഈ ഡീൽ അതാണ്. ശബരിമല കേസ് തീർപ്പായി എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. ബാക്കി പോലീസ് പറയേണ്ട കാര്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, മാഷ് പറഞ്ഞ പോലെ തീർപ്പായി എന്ന് പറയുമ്പോൾ ഇതിൽ എത്രയാണ് ഇവരുടെ ഭാഗം വെപ്പിൽ എത്രയാണെന്ന് കൂടി അറിഞ്ഞാൽ അതൊരു കൗതുകകരമായിട്ടുള്ള അതാണ് ഇവര് ഈ CPM-ന്റെ ഒരു വലിയ ഗുണം. അതാണ് ഡീലുകളൊന്നും പുറത്തു വരില്ല. ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ ടി.പി. ചന്ദ്രശേഖരൻ വിഷയത്തിൽ ഡീല് ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ഞങ്ങളാണ് കൊന്നത്, ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ അകത്ത് കിടക്കാൻ തയ്യാറാണ്. ആരുടെ പേര്? CPM-ന്റെ ഒരു നേതാക്കളെ പറഞ്ഞ് പരത്തിയ പേരുകളേ ഉള്ളൂ, അല്ലാതെ ഇവരാരുടെയും പേര് പുറത്തു വന്നിട്ടില്ല. CPM-ന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, CPM-ന്റെ ഡീലിന്റെ കാര്യം പറഞ്ഞു. ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരാളുടെ കൈ നഷ്ടപ്പെടുന്നു. ഈ ആൾക്ക് ചപ്പാത്തി യൂണിറ്റ്, വീട് എല്ലാം വെച്ച് കൊടുക്കുന്നു. ബാക്കി അക്കൗണ്ടിലെ എമൗണ്ടും വരുന്നുണ്ട്. അതായത് നമ്മൾ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളെ. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് കേരളം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയെന്ന്. കാരണം കണ്ണൂരിലെ പാർട്ടിക്കാരെല്ലാം വീടുമായി, ചപ്പാത്തി സെന്ററുമായി, അല്ലെങ്കിൽ വേറെ കച്ചവടമൊക്കെ അവർ രക്ഷപ്പെട്ടു. ഈ കൂട്ടത്തിൽ പരിഗണിക്കേണ്ട ഒരു കേസ് കൂടി കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. നമ്മളത് ഗൗരവമായിട്ട് എടുത്തിട്ട് പോലുമില്ല. പ്രമാദമായ കേസായിരുന്നില്ല സ്വർണ്ണക്കടത്ത്. ബിരിയാണി ചെമ്പിൽ സ്വർണം, വിശുദ്ധ ഖുർആന്റെ ഉള്ളിൽ സ്വർണം, ഈന്തപ്പഴത്തിൽ സ്വർണം. ആ കേസ് ആരും അറിയാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയോ? അതിൽ ഒരാളെ ബലിയാടാക്കാൻ തീരുമാനിച്ചു. അത് കെ.ടി. ജലീലിനെയാണ്. ജലീൽ ഇപ്പോഴും ഇങ്ങനെ വായി തോന്നിയതൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പിണറായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമുള്ള കാര്യങ്ങളാൽ സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള ഈ ബന്ധു നിയമനം ഉൾപ്പെടെയുള്ള കേസുകളിൽ രാജിവെക്കേണ്ടി വന്ന ഒരു മന്ത്രി രാജിവെച്ച് പോയവരൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇ.പി. ജയരാജൻ ഉൾപ്പെടെ. എന്തേ കെ.ടി. ജലീലിനെ മാത്രം? അപ്പൊ കെ.ടി. ജലീൽ ഒരു കവചമാക്കി നിർത്തിയിട്ട് ജലീലിനെ ബലിയാടാക്കി, ജലീലിനെ പുറത്താക്കി. അതോടുകൂടി ആ ഇഷ്യൂ തീർന്നു. ഇപ്പൊ ആരും ചർച്ച ഇപ്പൊ പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആലോചിച്ച് നോക്കൂ. ജലീൽ ഇപ്പോഴും പിണറായിയെ ന്യായീകരിച്ചും തഴുകിയും തലോടിയും നടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഡീലാണ്. ജലീലിന് പൊതുജീവിതം ഉറപ്പാണ്. കാരണം കൊതിയുമുണ്ട്. രണ്ടുണ്ടോ? ഉണ്ടാവാം. ഒരു ഇന്നോവ വന്നാ പോരെ മാഷ, ഒരു വാളും ഒരു ഇന്നോവയും നടക്കുമ്പോ പുറകിൽ നമ്മൾ തിരിഞ്ഞു നോക്കും പലപ്പോഴും. പക്ഷേ അത് ശരിയാട്ടോ, അതൊക്കെ ഇവന് കുറെ കൂടി കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അല്ലെ ജീവനിൽ ഭയം ഉണ്ടാകാം. പക്ഷെ ഞാൻ കാണുന്നത് ഇനിയിപ്പോ MLA ആയി, മന്ത്രിയായി, MP ആകാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പൊന്നാനിയിൽ. അത് കൊടുക്കാത്ത, അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിലപ്പുറത്ത് ഇനിയിപ്പോ തവനൂർ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ
ഇനി എന്തിന് പൊതുപ്രവർത്തനം എന്ന് തോന്നിക്കുന്ന മട്ടിൽ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഡീല്. CPM-ന്റെ ഡീല് കണ്ടുപഠിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും ഭയങ്കര ഭീകര. കോൺഗ്രസും BJP അത് കണ്ടുപഠിക്കണം. കാരണം മറ്റേത് എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വെച്ച് 10 പേരെ കേൾപ്പിക്കലാണ് ഇവര്. ഇതൊന്നും അറിയില്ല, എല്ലാം ശാന്തമാണ്. അവിടെ ഡീല് നടക്കുമ്പോഴും പിണറായി വിജയൻ പൊതുസമ്മേളനങ്ങളിൽ വന്നു നിന്ന് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ഘോരം സംസാരിക്കും, മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കും, കേരളത്തിന്റെ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. പുറകിൽ നടക്കുന്ന വലിയ ഡീലുകളായിരിക്കും. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പുതിയ ചെയർമാനായി വന്ന കെ ജയകുമാർ ചില്ലറക്കാരനല്ലല്ലോ. അല്ല, മഹാബുദ്ധിജീവിയും കവിയും സാംസ്കാരിക പ്രവർത്തകനും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും ഒക്കെയാണല്ലോ. അദ്ദേഹത്തോട് ആളുകൾ സ്വകാര്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗോഡ് ഫാദറെ തൊഴാൻ പറ്റുന്നത്? അങ്ങേപ്പോലെ ഒരു ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം ഭയങ്കര അക്ഷരസ്നേഹിയും അക്ഷരത്തിൻ്റെ ആരാധകനും ആസ്വാദകനും ഉപാസകനും ഒക്കെയാണ്. മറ്റേ ആൾ അക്ഷരവൈരിയാണ്. ദേശാഭിമാനി പത്രം പോലും ആരെങ്കിലും തോക്ക് ചൂണ്ടിയല്ലേ വായിക്കുള്ളൂ മട്ടിലാണ്. അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരാളെ എന്തിന്? അതിന് പറഞ്ഞൊരു മറുപടി, ഇത് നമുക്ക് ആര് പറഞ്ഞു എന്നൊന്നും കോട്ട് ചെയ്യാൻ പറ്റില്ല, സ്വകാര്യമാണ്. പറഞ്ഞ മറുപടി, കേരള രാഷ്ട്രീയത്തിൽ ഇത്രക്ക് വിശ്വസിക്കാവുന്ന ഒരു ഗോഡ് ഫാദർ വേറെ ഇല്ല. ആര്? കെ ജയകുമാർ IAS പോലെ ഒരാളത് പറയണമെങ്കിൽ അയാളുടെ ഡീലിന്റെ സാമർത്ഥ്യം എത്ര ഉണ്ടാവും? മാത്രമല്ല, ഇപ്പൊ സംഭവിച്ചത് ആരെങ്കിലും അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്വന്തം പാർട്ടിക്കാരായ മുഴുവൻ നേതാക്കന്മാരും ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തപ്പോൾ അഴിമതിക്കാരാണെന്ന് തെളിയിച്ചു. എന്നാൽ ഞാനിതാ അഴിമതി വിരുദ്ധമായ ഈ ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കുന്നു, കാരണം രാഷ്ട്രീയക്കാരെ മുഴുവൻ ഞാൻ മാറ്റി നിർത്തി. എന്നിട്ട് ഈ സാംസ്കാരിക നായകനായ കെ ജയകുമാറിനെ ഞാൻ ദേവസ്വം ബോർഡ് ചെയർമാനാക്കിയിരിക്കുന്നു, പ്രസിഡന്റ് ഭക്തരുടെ ഒരു വിശ്വാസം കൂടി കണക്കിലെടുത്ത് ഒരു ഈശ്വര വിശ്വാസിയായ അതും കൂടി ചേർത്ത് പറഞ്ഞു. അപ്പൊ എന്തായി ഇതുവരെ ഇവർ കട്ടുകൂട്ടിയത് മുഴുവനും ജയകുമാറിന്റെ കണക്കിൽ വെളുപ്പിച്ചു. ഇനി ഈ ഡീലിൽ ജയകുമാറിന്റെ ഷെയർ എത്രയാണ് മാത്രമേ അറിയേണ്ടത്.